കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ നമ്മളൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി നമ്മൾ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് കളയണ്ട. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. അതും എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ ആക്കി കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഒരു 5 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാലത്ത് ഉണ്ടാക്കി ബാക്കി വന്ന ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അത് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്നൊരു ഉറപ്പ് വന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി നമ്മൾ കാലത്ത് ഉണ്ടാക്കി വെക്കണതല്ലേ. അപ്പോൾ ഞാനത് നമ്മുടെ സാധാരണ ഒരു നോർമൽ വെള്ളത്തിൽ ഒരു മിനിറ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. വെള്ളമൊന്നും അധികം ഇഡ്ഡലിയിൽ കയറാനുള്ള പാകത്തിൽ നമ്മൾ മുക്കിയിടരുത് കേട്ടോ. ഇട്ട വശം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇഡ്ഡലികളെല്ലാം തന്നെ നമ്മുടെ ആ വെള്ളത്തിൽ നിന്ന് ചൂടുവെള്ളത്തിലൊന്നല്ല കേട്ടോ, സാധാരണ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് വലിയണ പാകത്തിന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സ്നാക്സ് ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാ ഇഡ്ഡലിയും നമ്മുടെ വെള്ളത്തിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്നും പൊടിക്കണ്ട. നമ്മളിത് പൊടിക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ 5 ഇഡ്ഡലി എടുത്തിട്ട് ഇതാ നന്നായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ എടുത്താലാണ് അത് നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് കടുക് എടുത്തിട്ട് ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ പൊട്ടുകടലില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ മൂത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 പച്ചമുളക് ചെറുതായി നെടുകെ അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സബോളയും കൂടി ഞാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ഇഡ്ഡലി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മസാലയ്ക്കുള്ള സാധനങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ഇഡ്ഡലി എടുത്തിട്ടുള്ളൂ, അതിനുള്ളത് എടുക്കണമല്ലോ കേട്ടോ. അപ്പോൾ സബോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിലിടാം കേട്ടോ. ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ക്യാരറ്റിലെ ഒരു പച്ചമണം പാർന്ന വരെ ഒന്ന് മൂപ്പിക്കുക. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉരുളൻകിഴങ്ങ്, അതായത് ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അത് ഒരു കളർ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം കേട്ടോ. കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഏതാ നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ ഏത് വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ആ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഒന്ന് വാടി കിട്ടും കേട്ടോ. നമ്മളിനി എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം നമുക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഉരുളൻകിഴങ്ങ് വെള്ളത്തിലിട്ട കാരണം അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം അത് മതി കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടതൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇതിലെല്ലാം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വേവണ വെജിറ്റബിൾസ് തന്നെയില്ല ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം അങ്ങോട്ട് പച്ചമണം പോവുക ഈ ക്യാരറ്റിൻ്റെയും അതിൻ്റെയും അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് മസാലകൾ ഇടാം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇതിലൊന്ന് സെൻറ്ററിലാക്കിയിട്ട് ഒന്ന് മുപ്പിച്ചെടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം എരിവൊന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയിലെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആയിട്ട് നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയിൽ എങ്ങനെയാണോ ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ച് പാകത്തിന് നിങ്ങൾ ഇടണം കേട്ടോ. അപ്പോൾ ഈ മസാലയിലേക്ക് ഉള്ളതും നമുക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ, ആ ഊഹത്തിനനുസരിച്ചാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ പുളിപ്പിനും മധുരത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ, അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് കേട്ടോ കറക്റ്റായി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ മസാലയിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇളക്കി മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ മസാലയും എല്ലാം സെറ്റായതിന് ശേഷം നമ്മളിതാ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന ഭാഗത്തിന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാല എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം നമുക്കിതാ ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ഞാൻ മൂടി വെച്ചതിന് ശേഷം അടിപൊളി സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളി ഇട്ടാവും. നമ്മൾ ഇഡ്ഡലി ആണെന്നത് പറയില്ല കേട്ടോ. അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് പരത്തി വയ്ക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഇഡ്ഡലി കൊണ്ടുള്ള മിക്സ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു ഉപ്മാവ് പോലെ കഴിക്കാനും ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉണ്ട പിടിക്കുക. കൈ കൊണ്ടൊന്നും ഇങ്ങനെ പിടിച്ചാൽ ഒരു നല്ല സോഫ്റ്റ് ആണല്ലോ, പിടിച്ചാൽ കറക്റ്റ് നല്ല ഉണ്ടയായിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ടിഫിൻ ബോക്സ് കഴിക്കുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഞാൻ കുഞ്ഞേ ബോൾസ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കുഞ്ഞേ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവും. ഇഡ്ഡലി കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ടിഫിൻ ബോക്സിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബോൾസ് ആക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ നമുക്ക് എല്ലാ കുഴികളിലും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മറ്റേ സാധാ പാനിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഹോൾസിലേക്കും ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ബോൾസ് ഇതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മൊരിയുമ്പോഴും നല്ലൊരു സോഫ്റ്റും പുറകുവശം നല്ല ക്രിസ്പിനെസ്സിനുള്ളിലും കൂടി ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ടിഫിൻ ബോക്സിൽ കൊടുത്ത് കഴിക്കാനും എളുപ്പമാണ്. ഓരോന്ന് സിമ്പിളായിട്ട് അവർക്ക് കഴിക്കുകയും ചെയ്യും, അവരെ വയറ് നിറയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ഇതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടിയിട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉടഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, ഉടഞ്ഞു പോകുമൊന്നുമില്ല. നമ്മളൊന്ന് ജസ്റ്റ് 1 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മറിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്കി കൊടുക്കാനും തക്കാളി സോസ് എങ്ങാനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ മുക്കി കഴിക്കാനും അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.